ഇത് മാസം മോട്ടോഴ്സിലാണ് നമ്മുടെ ഹോണ്ട ഡ്രീം യുഗ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് ആയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ വർക്കിന് കയറ്റിയാണ് കിലോമീറ്റർ 42,888 കിലോമീറ്റർ ഉണ്ടോ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് ഫ്രണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, പൊല്യൂഷൻ ചെക്കപ്പ്, അതേപോലെ വാട്ടർ സർവീസ്, ജനറൽ സർവീസ്, ലെഫ്റ്റ് സൈഡ് ലിവർ ഒടിഞ്ഞു പോയിട്ടുണ്ടോ അത് മാറ്റണം, എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം. അത്രയും കേസാണ് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. കമ്പനി ലൈനർ നമുക്ക് കിടക്കണം, ഒറിജിനൽ ലൈനറാണ്, പുതിയ ലൈനറോ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ നമുക്ക് റീസെറ്റ് ആക്കാം. അതേപോലെ നമ്മൾ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി പുതിയ ടയർ കിടക്കണം. വീൽ ബെയറിങ് കാര്യങ്ങൾ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. ബാക്കിലത്തെ സ്പോക്കറിൻ്റെ ബെയറിങ് ആയി നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ് കേട്ടോ. പിന്നെ കാർബറേറ്ററിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നുമില്ല. പൊല്യൂഷൻ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊല്യൂഷൻ പാസ്സായില്ലെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്താൽ മതി, വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ ഫ്രണ്ട് സൗണ്ടൊക്കെ പറഞ്ഞത് ഇതിൻ്റെ ഈ ഭാഗത്ത് കയറുന്നത് ഇങ്ങനെ ടച്ച് ആയിട്ടുണ്ട്, ഇങ്ങനെ ഇളകുമ്പോൾ ഇങ്ങനെ കിടന്ന് അടിക്കുന്ന സൗണ്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി ഇടാം. പിന്നെ ഹെഡ് ലൈറ്റ് ഉണ്ട്, ഈ ഇടുന്ന ഹെഡ് ലൈറ്റിൻ്റെ ഈ അടിഭാഗത്തൊരു ബോൾട്ട് ഉണ്ട്, ഇതുണ്ടോ, അത് അതുമേന്ന് വിട്ടിരിക്കുകയാണ് കേട്ടോ. അത് ഫൈബറാണ്, അതിന് പൊട്ടിപ്പോയേക്കണാണ്. അത് തൽക്കാലം നമുക്ക് എന്തെങ്കിലും സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ ആ സൗണ്ടിൻ്റെ കേസ് റെഡി ആയിക്കോളും. ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിക്കും. ഞാനിപ്പോൾ ബാക്ക് വീൽ അഴിച്ചിടാറാണ്. അതിനുശേഷം ഫ്രണ്ട് വീലും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ടയറൊക്കെ നല്ല ടയറാണ്, ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ബാറ്ററി അമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേക്കും 8.77 വരെ വരുന്നുണ്ട് കേട്ടോ. ഒരല്പം ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് ബാറ്ററി. ഇപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യലും വലിയ താമസിച്ച് ഞങ്ങളുടെ സെൽഫിൻ്റെ പ്രശ്നമൊക്കെ കാണിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ. ഏകദേശം നമുക്കൊരു 6 മണിയൊക്കെ ആവും വർക്ക് തീരുമ്പോഴത്തേക്ക്. ഞാൻ കംപ്ലീറ്റ് ആയതിന് ശേഷം വാട്ടർ സർവീസ് അടക്കം കഴിഞ്ഞ് വന്നതിന് ശേഷം കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.